ഹലോ ഗായ്സ്, ഇത് നമ്മുടെ ആദ്യത്തെ വ്ളോഗാണ് കേട്ടോ. ലോങ് വീഡിയോ ആണ്. നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ തന്നെ വിചാരിച്ചാട്ടോ ലോങ് വീഡിയോ എടുക്കണമെന്ന്. പക്ഷേ നീട്ടി ഇപ്പോഴാണ് എടുക്കാനായിട്ട് ടൈം കിട്ടിയത്. ഇന്ന് ജോലിക്കൊന്നും പോകണില്ല കേട്ടോ. ഇന്ന് ഞങ്ങൾക്കൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട്, അപ്പോൾ അതിന് പോകണം. അതുകൊണ്ട് ഞാനിന്ന് ജോലിക്ക് പോയിട്ടില്ല. ഇപ്പോൾ 10 മണിയൊക്കെ കഴിയുമ്പോഴേക്കും നമുക്കിവിടെ നിന്ന് പോകണം. അപ്പം ഞാൻ നേരെ അടുക്കളയിലോട്ടേക്ക് വന്നു. നമ്മൾ തലേന്ന് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് മാവ് അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചായക്ക് വെള്ളം വെച്ചു. നമ്മൾ ആദ്യം തന്നെ ചായ എനിക്ക് രാവിലെ എൻ്റെ ചായ കുടിക്കണം കേട്ടോ. ചായ കുടിക്കാണ്ട് ഒരു രക്ഷയില്ല. ചായ കുടിക്കാത്ത ഒരു ദിവസം എന്തോ പോലെയാണ്. എന്നെപ്പോലെ ചായ ലവേഴ്സ് എത്ര പേരുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. അതും കട്ടൻ ചായ ആവണം കേട്ടോ. കട്ടൻ ചായ കുടിക്കുമ്പോൾ എന്ത് ഭയങ്കര ഒരു ഇതാണ്. എനിക്ക് പാൽ ചായ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല, കുടിക്കും. എന്നാലും എനിക്ക് പാൽ ചായനൊക്കെ ഇഷ്ടം കട്ടൻ ചായയാണ്. പിന്നെ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാൻ വെച്ചിട്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇന്ന് ഭാഗ്യം കൊണ്ട് മഴയൊന്നും ഇല്ല രാവിലെ. ഇനി പെയ്യൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ചായ അവിടെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ചായ കുടിച്ചിട്ടാണ് ഞാൻ ഇനി ബാക്കി പരിപാടികൾ ചെയ്യുള്ളൂ. പിന്നെ നേരെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് പോയിട്ടാണ്. ഇഡ്ഡലി മാവൊക്കെ തട്ടിലേക്ക് ഒഴിച്ചിട്ട് ഇഡ്ഡലി അടുപ്പത്തേക്ക് വെച്ച്. അവനെണിച്ചിട്ടില്ല കേട്ടോ. അവനെണിച്ചിട്ടില്ല, ചേട്ടനെ എണിച്ചിട്ടൊന്നുമില്ല. അവനെണിക്കുമ്പോഴേക്കും രാവിലത്തെ ചായക്കുള്ള പരിപാടി തീർക്കണം. എന്നാലാണ് 9 മണിയൊക്കെ കഴിയുമ്പോൾ കുളിച്ച് 10 മണി കഴിയുമ്പോഴേക്കും നമുക്ക് ഡോക്ടറിനെ കാണാൻ പോകണം കേട്ടോ. 10:30ക്കാണ് ചീട്ടെടുത്തേക്കണം. അപ്പോൾ 10 മണിക്കെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിയാലേ 10:30 ആകുമ്പോൾ എത്തുള്ളൂ. പിന്നെ ഞാൻ അലക്കാനായിട്ട് മെഷീൻ വെച്ചു. മഴ കാരണം അലക്കിയിട്ടതൊന്നും ഉണങ്ങി കിട്ടില്ല കേട്ടോ. ഇവിടെ കൃത്യം പറഞ്ഞ ഒരാഴ്ചയായി മഴ ഇങ്ങനെ പെയ്തു തുടങ്ങിയിട്ട്. പിന്നെ രാവിലെ വലിയ മഴ ഇല്ല, പക്ഷെ ഇപ്പം മഴക്കാർ വെച്ചിട്ടുണ്ട്. മിക്കവാറും പെയ്യുന്ന തോന്നണേ. പിന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് നേരെ പോയിട്ടാണ്. സാമ്പാർ ഇത് എൻ്റെ തട്ടിക്കൂട്ട് സാമ്പാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. എനിക്ക് സാമ്പാറിൽ ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇടണതോ അല്ലെങ്കിൽ അതൊന്നും കഴിക്കണം എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ തക്കാളിയും പരിപ്പുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാൻ കിഴങ്ങും കൂടി ഉള്ളതുകൊണ്ട് കിഴങ്ങും കൂടി ഇട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കിയെടുക്കട്ടെ. ഞാൻ ആ 2 ഇത് മാത്രമേ ഇടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്യുന്നു, അത് തന്നെ മഴ പെയ്തു. നല്ല മഴയാട്ടോ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം മൊത്തം മഴയായിരിക്കുള്ളൂ എന്നാ. പിന്നെ ഇവിടെ മഴ പെയ്താൽ അപ്പം കറണ്ട് പോകും. അതൊരു ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. മഴ ദൂരെ നിന്ന് മഴക്കാർ വെച്ചാൽ മതി, അപ്പം ഇവിടെ കറണ്ടും പോയി. ഞാൻ പറഞ്ഞില്ല, കറണ്ടും പോകും. ഇപ്പം തന്നെ മിക്കവാറും വരും പോകും തന്നെ ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഞാൻ തക്കാളിയും കിഴങ്ങും പരിപ്പും കൂടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും പിന്നെന്താ സാമ്പാർ പൊടി ഇട്ടിട്ട് നമ്മളൊരു 2-3 വിസിലടിച്ചിട്ട് പിന്നെ കടുക് പൊട്ടിച്ചെടുത്ത് ഞാൻ അങ്ങനത്തെ തട്ടിക്കൂട്ട് സാമ്പാറാണ് ഞാൻ റെഡിയാക്കാറ്. പക്ഷേ തട്ടിക്കൂട്ട് സാമ്പാറായാലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒരുപാട് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെങ്കിലും ഞാൻ ആ ചാറ് മാത്രമേ കൂട്ടുള്ളൂ. അപ്പം ചേട്ടനും അതെ, ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇട്ട് വയ്ക്കണമെന്ന് ഇഷ്ടമല്ല. അപ്പം ഞാനിങ്ങനെ ഒരു തവണ യൂട്യൂബിൽ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനത്തെ രീതിയിൽ തന്നെ ഞാൻ ഉണ്ടാക്കാറുള്ളൂ. ഇതിലിപ്പോൾ പരിപ്പും തക്കാളി മാത്രം ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കണവരുണ്ട് കേട്ടോ. അപ്പം ഞാൻ അടുപ്പത്ത് വെച്ചത് ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറണ്ട് പോയായിരുന്നു കേട്ടോ, എൻ്റെ അടുക്ക് പോയായിരുന്നു. പിന്നെ വന്നു. പിന്നെ അതെ അവൻ എണിച്ചു, ചേട്ടൻ എണിച്ചിട്ടുണ്ട്, അമ്മയുണ്ട്. ഞങ്ങളിങ്ങനെ പുറത്ത് നിൽക്കാം കേട്ടോ. അവനെ എണിച്ച് ഇവിടെ ഞാൻ അവനെ വിളിക്കണ്ടേ, ഇടകണ്ണാന്ന് വിളിക്കുമ്പോൾ അവനിടയ്ക്ക് തിരിഞ്ഞ് നോക്കും. അവന് ഫോൺ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ അവന് ഭയങ്കര ചിരിയായിരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടെന്ന് അറിഞ്ഞാൽ അവൻ ഒറ്റയ്ക്കൊക്കെ ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാനിങ്ങനെ വീഡിയോ പിടിക്കണ പോലെയൊക്കെ അവനിങ്ങനെ കാണിക്കും. പിന്നെ ഞാൻ കടുകൊക്കെ പൊട്ടിച്ചിട്ട് ലാസ്റ്റ് സാമ്പാറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട്, ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. ഞാൻ അത് അടുപ്പത്ത് വയ്ക്കുന്നതിന് മുന്നേ കുറച്ച് സാമ്പാർ പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടുണ്ടായില്ല. ഇനി ഇതിനകത്തേക്ക് മല്ലിപ്പൊടിയും മറ്റേ ഉണക്കമുളകില്ലേ അതിട്ടിട്ട് മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് അത് വയ്ക്കുക. അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്.
പിന്നെ വേണം എന്നുള്ളവർക്ക് പുളി പിഴിഞ്ഞ് ഒഴിക്കാട്ടോ. പുളി വേണമെന്നുണ്ടെങ്കിൽ പുളി പിഴിഞ്ഞ് വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. പിന്നെ ലാസ്റ്റ് കായപ്പൊടി ഇടുന്നവരുണ്ടാവും, അത് വേണമെങ്കിൽ അത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റായിരിക്കും. ഞാൻ കായപ്പൊടിയുടെ കാര്യം മറന്നു, അതുകൊണ്ട് ഞാൻ ഇവിടെ സാമ്പാർ ഉണ്ടാക്കിയപ്പോൾ അത് ഇട്ടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ഞാൻ മറക്കും. അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ സെറ്റായിട്ടുണ്ട്, ഇഡ്ഡലിയും ശരിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, ഇനിയിപ്പോൾ ചായ കുടിക്കണം, കുളിക്കണം, റെഡി ആവണം, പോകണം. അതാണ്, പുറത്ത് നല്ല മഴയാട്ടാ, മഴയ്ക്ക് കുറവൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്, കാട്ടി ഞാൻ പറഞ്ഞ സാമ്പാർ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, ചിലപ്പോൾ ഇഷ്ടപ്പെടും എല്ലാവർക്കും. ചകര പൊന്മണി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ശരിയാ സബ്സ്ക്രൈബ് ചെയ്യുക. അയ്യോ, അപ്പോൾ ഓക്കെ, ബൈ. ടാറ്റാ ടാറ്റ കൊടുക്കല്ലായിരുന്നു. ടാറ്റാ. ഓക്കെ, ബൈ ഗൈസ്. ടാറ്റാ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.